ഹലോ, വെൽക്കം ബാക്ക്. ഇപ്പം ഇന്നത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് എൻ്റെ LED കംപ്ലൈൻ്റ് ആയി, അത് ബ്രോക്കൺ ആയിട്ടുണ്ട്, അതൊന്ന് മാറ്റണം. ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. കസ്റ്റമർ പറഞ്ഞത് പൊട്ടിയെന്നാണ്, എന്നാലൊന്ന് പൊട്ടിയിട്ടുണ്ട്, കണ്ടിട്ടറിയാൻ പറ്റും. ഓക്കെ, ഇത് Core i5 8th ജനറേഷൻ, ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് ഉണ്ട്. ഓക്കെ, മോഡൽ നമ്പർ എന്ന് പറയുന്നത് P75F. ഇതിൻ്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി ഉള്ളിലാണ്. അപ്പോൾ നമ്മത് ഫ്രണ്ട് പാനൽ അയച്ചത് LCD വെക്കുമ്പോൾ കണക്റ്റഡ് സ്പാർക്ക് വരും. അപ്പോൾ അത് ഒഴിവാക്കായിട്ട് നമുക്ക് ബാറ്ററി അഴിക്കണം, എന്നാലും ബാറ്ററി റിലീസ് ചെയ്യണം. അതിന് നമുക്കിത് അഴിച്ച് തീരും, കവർ അഴിക്കണം. അപ്പോൾ 1 2 3 4 5 6 എണ്ണം പിടിച്ചതാണ്. ആ സ്ക്രൂ അഴിക്കുക, എന്നിട്ട് നമുക്കിത് തുറന്നിട്ട് ബാറ്ററി റിലീസിന് ശേഷം നമുക്ക് സ്ക്രീൻ വെക്കാം. ഓക്കെ, സ്ക്രൂ ചെയ്തിട്ട് കഴിച്ചിട്ട് നമുക്ക് ഫസ്റ്റ് CD-ROM റിമൂവ് ചെയ്യാം. ഇത് രണ്ട് സ്ക്രൂ ഉണ്ട്, അത് അഴിച്ച് മാറ്റാം. അപ്പോൾ എൻ്റെ സ്ക്രൂ വെച്ചിട്ടുണ്ട്, നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നത് പിന്നെ VMAയുടെ സോക്കറ്റ് ഉണ്ട്, ഹാർഡ് ഡിസ്ക്, പിന്നെ ബാറ്ററി, ലിഥിയം ബാറ്ററി, പിന്നെ പ്രോസർ, അതിൻ്റെ VGA ഡെഡിക്കേറ്റഡ്. കുഴപ്പമൊന്നുമില്ല, നല്ല മെഷീനാണ്. നമുക്ക് ഇനി ഇതിൻ്റെ ബാറ്ററി റിലീസ് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞാൽ ആ സംഭവം കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാണ്ടെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഒരു സംഭവം ഉണ്ടാണ്ടില്ലേ, ഇത് വളരെ ഡേഞ്ചറാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇത് ഒന്നും കൂടെ അടച്ച് ഇതിൻ്റെ 2 സ്ക്രൂ ചെയ്തിട്ട് ഇനി സ്ക്രീൻ ഫിറ്റ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ഇഞ്ചസൊക്കെ പൊളിഞ്ഞ് പോരും, അനുഭവം ഗുരു. കുറച്ച് ഭാഗം റെക്കോർഡ് ചെയ്തില്ലാന്ന് തോന്നുന്നു, സംശയം, മിസ്റ്റേക്ക് പറ്റി. സ്ക്രീൻ ഞാൻ അഴിച്ചെടുത്തു. ഇതിൻ്റെ സംഭവമുണ്ട്, കണ്ടില്ല, ഇവിടെ ഒരു കുളത്തുണ്ട്, ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ പറയാൻ പറ്റും. ഓക്കെ, സംഭവമുണ്ട്. സംഭവം ഫിറ്റ് ചെയ്യുന്നത് കണക്ട് ചെയ്യുക, സപ്പോർട്ട് കൊടുക്കുക, ആദ്യം പ്രഷർ കൊടുക്കിയത് ഇത്രേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് ഈ സാധനം ലിവർ ഉണ്ടല്ലേ, ഇങ്ങനെയൊക്കെ പറയാം, അതെടുക്കാം, എന്നിട്ട് അത് ചുടുക്കാം. ഇങ്ങനെ ടാപ്പ് പൊട്ടിക്കാം, കാരണം പഴയത് അതുപോലെ തന്നെ ഇരിക്കത്തില്ല, ടാപ്പ് പൊട്ടിക്കണം. എന്നിട്ട് നമുക്ക് ടാപ്പ് പൊട്ടിച്ചെടുക്കാം, അതവിടെ ഇരുന്നോളും. ഞങ്ങൾക്ക് പഴയതുപോലെ തന്നെ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാം. മേലെ ഒരു സ്റ്റിക്കർ ഉണ്ടാവും, നമ്പർ എഴുതിയിട്ടൊരു സ്റ്റിക്കർ ഉണ്ടാവും. അത് കസ്റ്റമർ ഉള്ളപ്പം നമുക്ക് എടുത്ത് കളഞ്ഞായിരിക്കും നല്ലത്, അല്ലെങ്കിൽ പിന്നെ ഒരു ചില കേസിലൊക്കെ തെറ്റിദ്ധരിക്കാൻ ചാൻസുണ്ട്, പുതിയതല്ല എന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ പേര് ഞാനത് ഉള്ളപ്പോഴേ അഴിക്കാറുള്ളൂ, അത് റിമൂവ് ചെയ്ത് കളയുള്ളൂ. ചിലർക്ക് വേണമെന്ന് പറയും, ചിലർക്ക് വേണ്ടെന്ന് പറയും.
ഗ്യാപ്പൊന്നുമില്ല, ഈ സൈഡും ഗ്യാപ്പൊന്നുമില്ല. നമുക്കിത് ബാക്കി കാര്യം നോക്കാം. ഓക്കെ, സ്ക്രീൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതെടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഇവിടെ നിന്ന് എടുത്ത് ഇങ്ങനെ പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റിക്കറാണ്ട് പോരും. ചെറിയൊരു ലൂസ് പോലെ ഇവിടെ തോന്നുന്നുണ്ട്, അതിൻ്റേതായ ഒരു ഗ്യാപ്പാണ്, പോവില്ല. ഗ്യാപ്പൊന്നുമില്ല. അവിടെ ഉള്ളിൽ ഇത്തിരി സ്റ്റിക്കർ വരുമല്ലോ ചിലതിന്, സ്റ്റിക്കറിൻ്റെ സംഭവം. നമുക്കിത് ഇതിൻ്റെ ബാക്ക് കവർ എടുക്കുക. ബാറ്ററി പഴയതുപോലെ തന്നെ ഇതിൻ്റെ ലെഗ് കണക്ട് ചെയ്യാം. നമുക്ക് ടേം ബാക്ക്, ഹിഞ്ചിൻ്റെ സ്ക്രൂ ഇത് കേട്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം, എന്നിട്ടൊക്കെ ബാക്കി സ്ക്രൂ ചെയ്യാം. ഓക്കെ, ഓക്കെ ഫൈൻ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, ഇത്രയേ ഉള്ളൂ വീഡിയോ. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം പറയണ്ടല്ലോ, സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ഓക്കെ, താങ്ക് യു, ബൈ.